ഹരേ കൃഷ്ണ. ഇടത്തരികത്ത് കാവിലമ്മ. ഈ ദുർഗാക്ഷേത്രത്തിൽ നിത്യവും വെച്ച് നേദ്യമില്ല. രാത്രിയിൽ അഴലും അഗ്നിയും കഴിക്കുന്നു. വർഷത്തിൽ 2 താലപ്പൊലികൾ മാത്രം. അന്നേ ദിവസം സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇവിടെ എത്തുമെന്നാണ് ഐതിഹ്യം. ഗുരുവായൂർ ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്ത് കാവ്. ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്തുപരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരികത്ത് ശ്രീ ദുർഗാ ഭഗവതി. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇടത് അരികുവശത്തായി ഇരിക്കുന്നതിനാൽ ഇടത്തരികത്ത് കാവും ഇടത്തരികത്ത് ഭഗവതിയുമായി. ശ്രീ ഗുരുവായൂരപ്പന് അധിവസിക്കുവാൻ ഇടം നൽകി ഭഗവതി ഇടത്തെ അരികത്തേക്കും മഹാദേവൻ മമ്മിയൂരേക്കും മാറിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം. ഗുരുവായൂരപ്പന്റെ സഹോദരി സ്ഥാനമാണ് ഭഗവതിക്ക്. ശ്രീകൃഷ്ണാവതാരം നടന്ന അതേ സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും പുത്രിയായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്നും വഴുതിമാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷയാവുകയായിരുന്നു. തുടർന്നാണ് തൻ്റെ അന്തകനായ കൃഷ്ണന്റെ ജനനത്തെ പറ്റിയുള്ള അശരീരി കംസൻ കേൾക്കുന്നത്. ഗുരുവായൂരിൽ ശാന്തഭാവത്തിലുള്ള ശ്രീ ഭദ്രകാളിയായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ വൃക്ഷച്ചുവട്ടിൽ ഒരു കാവ് എന്ന സങ്കല്പത്തിൽ ദേവി വിരാജിക്കുന്നു. ഭഗവതിക്ക് ഇവിടെ നിത്യവും വെച്ച് നേദ്യമില്ല. അത്താഴപൂജയ്ക്ക് ശേഷം അഗ്നിയും അഴലും കഴിക്കുന്നു. രാത്രി ഗുരുവായൂരപ്പന്റെ അത്താഴപൂജയും തൃപ്പുകയും കഴിഞ്ഞ് നടയടച്ച ശേഷം ഭഗവതിക്ക് നടത്തുന്നതാണ് അഴൽ വഴിപാട്. വെള്ളരിയും നാളികേരവും അഗ്നിയും കൂടി ഭഗവതിക്ക് നേദിക്കുന്ന ചടങ്ങാണിത്. ഭക്തന്റെ അഴലുകൾ ഭഗവതി അഗ്നിയിൽ ആവാഹിച്ച് ഭക്ഷിക്കുകയും അങ്ങനെ ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു എന്നുമാണ് സങ്കല്പം. ഇതിന് പ്രസാദമായി കരിപ്രസാദമാണ് ലഭിക്കുക. അടൽ തൊഴുതാൽ തിരിഞ്ഞു നോക്കാതെ ദേവീ സന്നിധിയിൽ നിന്നും സ്വഗൃഹത്തിലേക്ക് മടങ്ങണമെന്നാണ് തത്വം. ഗുരുവായൂരപ്പന്റെ ആറാട്ട് രുദ്രതീർത്ഥത്തിൽ ഭഗവതിക്കെട്ടിലെ കടവിലാണ് നടക്കുക. അതിനുശേഷം ഭഗവാൻ അമ്മയ്ക്കൊപ്പം എഴുന്നള്ളിയിരിക്കുന്നു. ശേഷം ഭഗവാനും അമ്മയ്ക്കും ഒരുമിച്ച് തിരുവമൃതേത്ത്. ഇതാണ് ഭഗവതിയുടെ വർഷത്തിലൊരു ദിനം മാത്രമുള്ള ഒരേയൊരു വെച്ചുനേദ്യം. ഗുരുവായൂരപ്പനെ വണങ്ങുന്നതിന് മുൻപ് ദേവിയെ തൊഴണമെന്നാണ് ശാസ്ത്രം. മുൻകാലങ്ങളിൽ അത് സാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യൂ സമ്പ്രദായം നിലവിൽ വന്നതോടെ അത് സാധിക്കാതെയുമായി. ഭഗവതി നടയ്ക്ക് മുൻപിൽ ഒരു പാട്ടമ്പലം പണിതിട്ടുണ്ട്. ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുമുണ്ട്. ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടക്കുന്നത്. കല്ലാറ്റ് കുറുപ്പന്മാർക്കാണ് കളമെഴുത്തിന്റെ പരമ്പരാഗതമായ അവകാശം. ഇടത്തരികത്ത് കാവ് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ്. താലപ്പൊലി ദിവസം കൂടാതെ നവരാത്രിയും വിശേഷമാണ്. ഇടത്തരികത്ത് കാവ് ഭഗവതിക്ക് വർഷത്തിൽ 2 താലപ്പൊലികളാണ് ഉള്ളത്. ധനുമാസത്തിലും മകരമാസത്തിലും. ഈ 2 താലപ്പൊലികളും ഗംഭീരമായി നടത്തുന്നു. പിള്ളേര് താലപ്പൊലിയും ദേവസ്വം താലപ്പൊലിയും എന്നിങ്ങനെയാണ് 2 താലപ്പൊലികൾ. ദേവസ്വം താലപ്പൊലിയാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിൽക്കാലത്തെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് തുടക്കമിട്ടതാണ് പിള്ളേര് താലപ്പൊലി. ചെറുപ്പക്കാർ തുടങ്ങിയത് എന്ന അർത്ഥത്തിൽ അത് പിള്ളേര് താലപ്പൊലിയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാട്ടുകാർ ചേർന്ന് നടത്തുന്ന പിള്ളേര് താലപ്പൊലിക്ക് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. താലപ്പൊലി നടക്കുന്ന അവസരത്തിൽ ഗുരുവായൂരപ്പൻ ശ്രീലകം വിട്ട് ഇവിടേക്ക് എഴുന്നള്ളുന്നു. ആ സമയം ഗുരുവായൂരപ്പന്റെ തിരുനട അടച്ചിടും. ചോറൂണ്, വിവാഹം തുടങ്ങിയ ഒരു വഴിപാടുകളും ആ സമയം നടത്തുന്നില്ല. ഭഗവാൻ താലപ്പൊലിക്ക് പങ്കെടുക്കാൻ അമ്മയുടെ തട്ടകത്തിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. ദേവിക്ക് വെളിച്ചപ്പാടുമുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ വെടിക്കെട്ട് ശബ്ദമുയരുന്നത് ഭഗവതിയുടെ താലപ്പൊലിക്ക് മാത്രമാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.